അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 4 കഷ്ണം ബ്രെഡാണ്. ഇത് നമുക്ക് ഒരു മിക്സി ബൗളിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ബ്രെഡൊക്കെ ഞാൻ മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അങ്ങ് പൊടിയണ്ട. നമ്മുടെ ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ പൊടിഞ്ഞാൽ മതി. ഇപ്പം എന്താ നമ്മുടെ ബ്രെഡ് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ പൊടിച്ചാൽ മതി. ഇനി ഈ ബ്രെഡിൻ്റെ കൂടെ നമുക്ക് 1 കപ്പോളം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം എന്താ നമ്മുടെ ബ്രെഡും തേങ്ങയും പഞ്ചസാരയും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ല ഷേപ്പാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് നനവ് കുറവുണ്ട്, അത് കാരണം ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കുവാണേ. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് മാറ്റാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ക്രാക്കൊന്നുമില്ലാതെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടാകണം. നല്ല ഒത്തിരി അങ്ങ് ചൂടാകുകയും ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഉടനെ ഇളക്കരുത്. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡുകൾ നന്നായിട്ട് മൂത്ത് വരട്ടെ. നല്ലൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വച്ചിട്ടുള്ള സ്നാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.